അപകടത്തിൽ ഉൾപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കുകയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തൃശൂർ ജില്ലയിലെ നാട്ടികയിലും ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലുമുണ്ടായ ദാരുണമായ 4 റോഡപകടങ്ങളിലായി 20 പേർ മരണപ്പെട്ടത് മലയാളികളെ ഒന്നാകെ തീരാ ദുഃഖത്തിലാക്കിയ സംഭവമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ ഒരു അപകടത്തിലും ഒരു സ്വകാര്യ ബസ് പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അപകടങ്ങളിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല. 1 കോടിയോളം വരുന്ന രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുള്ള കേരളത്തിൽ കേവലം 7000-ൽ താഴെ മാത്രം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയില്ല. അപകടരഹിതമായ റോഡ് നിർമ്മിച്ചുകൊണ്ടും ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തിയും ബസ്സുകൾക്ക് ഓടിയെത്തുവാനുള്ള സമയക്രമം അനുവദിച്ചുകൊണ്ടും റോഡപകടങ്ങൾ കുറയ്ക്കാനാണ് ഗതാഗത വകുപ്പ് മുൻകൈയെടുക്കേണ്ടത്. സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയുണ്ടായാൽ നിയമപരമായി കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം നൽകാൻ ഫെഡറേഷൻ നിർബന്ധിതമാകുന്നതാണ്. ഈ സാഹചര്യത്തിൽ റോഡപകടമുണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്യുന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. പക്കീസ കുഞ്ഞിപ്പ, ഹൈദരലി PS, പാസ് മാനു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.